എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 20. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി. ഇവിടെ പ്രധാനമായും 3 നാമങ്ങളാണ് വരുന്നത്. 1. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ. ശിഞ്ചാനം എന്നാൽ കിലുങ്ങുന്ന, മണിമഞ്ജീരം എന്നാൽ രത്നം പതിച്ച ചിലമ്പ്, മണ്ഡിതം എന്നാൽ അലങ്കൃതം, ശ്രീ ഐശ്വര്യപൂർണം, പദാംബുജം പാദങ്ങളാവുന്ന താമരപ്പൂവ്. മധുരമായി ശബ്ദിക്കുന്ന രത്നഖചിതമായ തങ്കച്ചിലമ്പ് അണിയുന്നതുകൊണ്ട് കമനീയവും ഐശ്വര്യ സമ്പൂർണവുമായ പാദകമലങ്ങളോട് കൂടിയവൾ എന്ന് സാരം. ഇവിടെ ദേവിയുടെ പാദങ്ങളുടെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. സാധനാവേളകളിൽ ദേവിയുടെ പാദസരങ്ങളുടെ ശിഞ്ചിതധ്വനി വിവിധ താളങ്ങളിൽ ശ്രവിക്കാറുണ്ടെന്ന് ഉപാസകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കഥയാണ് ഓർമ്മയിൽ വരുന്നത്. പണ്ട് ആദിശങ്കരൻ തൻ്റെ പ്രിയപ്പെട്ട ദേവിയായ സരസ്വതി ഭഗവതിയെ കാശ്മീരത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ ആളുകൾക്ക് ഉപകാരമാകും വിധം കേരളത്തിലെ കാലടിയിലേക്ക് കൊണ്ടുവരാനായി ഒരുങ്ങി. വളരെയേറെ നിർബന്ധിച്ചപ്പോൾ ദേവി ഒരു വ്യവസ്ഥ പ്രകാരം വരാനൊരുങ്ങി. വഴികാട്ടിയായി ശങ്കരൻ മുന്നിൽ നടക്കണമെന്നും താൻ പുറകിൽ വരാമെന്നും. അങ്ങനെ ആ വ്യവസ്ഥയിൽ അവർ നടന്നു. ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം കേട്ട് ദേവി പുറകെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ശങ്കരൻ നടന്നത്. കുടജാദ്രി കുന്നുകളിൽ എത്തിയപ്പോൾ പിന്നിൽ ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം ശങ്കരന് കേൾക്കാൻ കഴിഞ്ഞില്ല. ശങ്കരന് സംശയം തോന്നി തിരിഞ്ഞു നോക്കി. അപ്പോൾ തൊട്ടുപിന്നിൽ നിശബ്ദയായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ദേവിയെ കണ്ടു. തന്റെ നിബന്ധന തെറ്റിച്ചതിനാൽ ഞാൻ ഇനി മുന്നോട്ട് വരില്ലെന്ന് പറഞ്ഞ് ദേവി മറഞ്ഞു. ശങ്കരൻ കർണാടകയിൽ കൊല്ലൂരിൽ തന്റെ പേരിൽ ക്ഷേത്രം സ്ഥാപിക്കുകയും ദേവിയെ വീണ്ടും വർഷങ്ങളോളം പൂജിച്ച് ആരാധിക്കുകയും ചെയ്തു. ഒടുവിൽ ശങ്കരനോട് ദേവി ഇങ്ങനെ പറഞ്ഞു: ചോറ്റാനിക്കരയിൽ പ്രഭാത സമയങ്ങളിൽ അവിടെ സരസ്വതി സാന്നിധ്യം ഉണ്ടാകുമെന്നും അതിനുശേഷം മാത്രമേ കൊല്ലൂർക്ക് പോകുകയുള്ളൂ എന്നും ഉള്ള കഥ. 2. മരാളി മന്ദഗമന. മരാളി എന്നാൽ അരയന്നപ്പിട. അരയന്നപ്പിടയുടെ ഗമനം പോലെ മന്ദം മന്ദം സഞ്ചരിക്കുന്നവൾ എന്ന് സാരം. സർവജ്ഞയും സർവശക്തയുമായ ദേവിക്ക് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. അതുകൊണ്ടാണ് ദേവി അരയന്നപ്പിടയെ പോലെ മന്ദം മന്ദം സഞ്ചരിക്കുന്നത്. 3. മഹാലാവണ്യ ശേവതി. ശേവതി എന്നാൽ ഖജനാവ്. ഉത്കൃഷ്ടമായ ലാവണ്യങ്ങൾക്ക് മുഴുവൻ ഇരിപ്പിടമായവൾ. ദേവിയുടെ അതുല്യ സൗന്ദര്യം വർണ്ണിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയ കവീന്ദ്രന്മാർ പോലും അശക്തരാണെന്ന് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യ സ്വാമികൾ വ്യക്തമാക്കുന്നു. സൗന്ദര്യലഹരി ശ്ലോകം 12. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്ര കൽപ്പന്തേ കഥമഭി വിരിഞ്ച പ്രഭൃതയ യഥാ ലോകൗത്സുക്യാദമരലലന യാന്തി മനസ തപോഭിർ ദുഷ്പ്രാഭാമഭി ഗിരിശ സായുജ്യ പദവി. അല്ലയോ ഹിമഗിരി കന്യേ, ദേവി അവിടുത്തെ സൗന്ദര്യം വർണ്ണിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയ കവീന്ദ്രന്മാർ പോലും പാടുപെടുന്നു. അമരസുന്ദരിമാർ പോലും അവിടുത്തെ അനുപമമായ ലാവണ്യം കാണുവാനാണ് കഠിനമായ തപോവൃത്തികൾ കൊണ്ടുപോലും നേടാനാകാത്ത ശ്രീ പരമേശ്വരന്റെ സായുജ്യപദത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നത് എന്ന് അർത്ഥം. ഇവിടെയും ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. നാമങ്ങൾ: ഓം ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജായേ നമഃ. ഓം മരാളി മന്ദഗമനായേ നമഃ. ഓം മഹാലാവണ്യ ശേവതിയേ നമഃ. എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.